വഖഫ് നിയമ ഭേദഗതി ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ കേന്ദ്രത്തിന്റെ മറുപടി. വഖഫ് സ്വത്തിന് രജിസ്ട്രേഷൻ നിർബന്ധമെന്ന് കേന്ദ്ര സർക്കാർ. വാക്കാലുള്ള വഖഫ് അംഗീകരിക്കാനാവില്ലെന്നും കേന്ദ്രത്തിന്റെ മറുപടി. ലീഗൽ ഡെസ്കിൽ നിന്നും ഷബ്ന സിയാദാണ് ചേരുന്നത്. ഷബ്ന, വിശദാംശം നൽകാം. വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നൽകിയിട്ടുള്ള ഹർജികളിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വിശദീകരണം നൽകിയത്. വഖഫ് ഭേദഗതി നിയമം ചോദ്യം ചെയ്ത് നിരവധി ഹർജികളാണ് സുപ്രീം കോടതിക്ക് മുമ്പാകെ എത്തിയിരുന്നത്. കഴിഞ്ഞ തവണ ഇത്തരം ഹർജികൾ പരിഗണിക്കുമ്പോൾ അതിൽ 5 ഹർജികൾ മാത്രം പരിഗണിക്കാം എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുകയും ഇതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനോട് ഈ ഹർജിക്കാർ ഉന്നയിച്ച കാര്യങ്ങളിൽ വ്യക്തത തേടുകയും അല്ലെങ്കിൽ വിശദീകരണം തേടുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഈ മറുപടി നൽകിയിട്ടുള്ളത്. വഖഫ് സ്വത്തിന് രജിസ്ട്രേഷൻ നിർബന്ധം ആണ് എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. വാക്കാലുള്ള വഖഫ്, അതായത് വഖഫ് ബൈ യൂസർ എന്നത് അംഗീകരിക്കാനാവില്ല എന്ന് കേന്ദ്ര സർക്കാർ മറുപടി പറയുന്നു. വഖഫിന്റെ നിർവചനത്തിന് കാലാനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടാകണം എന്നതാണ് മറ്റൊരു കാര്യം. വഖഫ് ഈ നിയമ ഭേദഗതിയിൽ വഖഫ് എന്ന നിർവചനത്തിൽ പോലും മാറ്റം വരുത്തി എന്നതായിരുന്നു ഹർജിക്കാർ ഉന്നയിച്ചിരുന്ന കാര്യം. ബോർഡിന്റെ നിയമനം മുസ്ലിങ്ങളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് അത് ഏതെങ്കിലും മതവിശ്വാസത്തെ കടന്നു കയറുന്നതോ അത്തരത്തിലുള്ള കാര്യങ്ങളല്ല എന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ ഉള്ളത്. ഏതായാലും ഹർജികൾ ഇനി സുപ്രീം കോടതി പരിഗണിക്കും. അതോടൊപ്പം തന്നെ സംസ്ഥാന വഖഫ് ബോർഡ് അടക്കമുള്ള വഖഫ് നിയമ ഭേദഗതി ചോദ്യം ചെയ്തുള്ള ഹർജികളിലാണ് കേന്ദ്രത്തിന്റെ മറുപടി ഉണ്ടായിരിക്കുന്നത്. വഖഫ് സ്വത്തിന് രജിസ്ട്രേഷൻ നിർബന്ധമെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്.